എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസൈൻ ആൻ ഇറിഗേഷൻ കനാൽ based on Kennedy's theory, required to carry a discharge of 45 cubic. The value of Manning's roughness coefficient is 0.225 and critical velocity ratio is 1.05. Channel has a bed slope of 1:5000. Take the initial value of depth as 2.2 meter. കെന്നഡി തിയറി യൂസ് ചെയ്തിട്ട് ഒരു ഇറിഗേഷൻ കനാൽ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യൽ വാല്യൂ ഓഫ് ഡെപ്ത് 2.2 മീറ്റർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തു തുടങ്ങേണ്ടത്. പിന്നെ ആ വാല്യൂ കറക്റ്റ് അല്ലെങ്കിൽ ഈ 2.2 മീറ്റർ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് അനുസരിച്ചാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കാൽക്കുലേറ്റ് ദ ക്രിട്ടിക്കൽ വെലോസിറ്റി. V0 = mc1 × y⁻c2 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ, എം എന്ന് പറയുന്നത് എന്താ? മാനിങ്സ് എമ്മിൻ്റെ വാല്യൂ is given as the critical velocity ratio. M is denoted as critical velocity ratio. നമുക്കറിയാം എം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആണ്. C1 എന്ന് പറയുന്നത് 0.55, C2 എന്ന് പറയുന്നത് 0.6, Y എന്ന് പറയുന്നത് ഡെപ്ത്. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഇതാണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.05 ഇൻറ്റു C1 എന്ന് പറയുന്നത് 0.55 ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് 2.2 മീറ്റർ വെച്ചിട്ട് തുടങ്ങുക. ഇനിയിപ്പോൾ ഇതിൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ 2.2 മീറ്റർ ചേഞ്ച് ചെയ്ത് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0.64 C2 എന്ന് പറയുന്നത്. ദ വാല്യൂ വിൽ ബി 0.956 മീറ്റർ പെർ സെക്കൻഡ്. V0ൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. ഈ V0ൻ്റെ വാല്യൂ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലാസ്റ്റിൽ ചെക്ക് ചെയ്യേണ്ടത്. ഒറിജിനൽ വെലോസിറ്റിനായിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കനാൽ. കനാലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റെപ്പ്. ഇക്വേഷൻ A = Q ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ V0. അതായത് നമുക്ക് കിട്ടിയ വെലോസിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് ക്യാരി എ ഡിസ്ചാർജ് ഓഫ് 45 ക്യൂബിക് എന്ന് തന്നിട്ടുണ്ട്. ദർഫോർ A = 45 ഡിവൈഡഡ് ബൈ V0 എന്ന് പറയുന്നത് 0.956. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ = 47.04 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ = 47.04 മീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് കനാൽ. ഇനിയാണ് കനാലിൻ്റെ ഡിസൈൻ നോക്കുന്നത്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് യൂസ് ചെയ്തിട്ട് നമ്മൾ കനാലിൻ്റെ ക്രോസ് സെക്ഷനും സൈഡ് സ്ലോപ്പും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ സൈഡ് സ്ലോപ്പിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1/2 H/1 വെർട്ടിക്കൽ എന്നുള്ള ഇക്വേഷൻ എന്നുള്ള സ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3 ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് 3ൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു കനാലാണ്. കനാലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് Y ആണ്. ഈ Y എന്ന് പറയുന്നത് 2.2 മീറ്റർ എടുത്തിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ ആണ്. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത് Y ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ = എന്തായിരിക്കും? Y/2 ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ലോപ്പ്. ബോട്ടം വിഡ്ത്ത് ഓഫ് ഇതെന്ന് പറയുന്നത് എന്താ? B ആണ്. ഇവിടുത്തെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ സൈഡ് സ്ലോപ്പ് ഇത് Y/2 ആയിരിക്കും. ഇത് Y ആണെന്നുണ്ടെങ്കിൽ 1 വെർട്ടിക്കലിന് 1/2 ഹൊറിസോണ്ടലാണ്. ദർഫോർ ഇത് Y ആണെന്നുണ്ടെങ്കിൽ ഇത് Y/2 ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ട്രപ്പിസോയിഡലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ട്രപ്പിസോയിഡലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഏരിയ = 1/2 ഇൻറ്റു ബോട്ടം വിഡ്ത്ത് A പ്ലസ് ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു H. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡ് കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡിൻ്റെ ഇക്വേഷനാണ് 1/2 ഇൻറ്റു ബോട്ടം വിഡ്ത്ത് പ്ലസ് ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു H, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണ് 1/2 ഇൻറ്റു ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ B ആണെന്ന് തന്നിട്ടുണ്ട്. ദ ക്യാപിറ്റൽ B പ്ലസ് അപ്പർ വിഡ്ത്ത് ടോപ്പ് വിഡ്ത്താണ്. ടോപ്പ് വിഡ്ത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോപ്പ് വിഡ്ത്ത് നോക്കുക. ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? B ആണ്. ബോട്ടം വിഡ്ത്ത് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ആണ്. ഇവിടെ Y/2 ആണെന്ന് നമുക്കറിയാം, ഇവിടെയും Y/2 ആണെന്ന് അറിയാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അപ്വേർഡ് ഡിസ്റ്റൻസ് എന്താ വരിക? B + Y/2 + Y/2 ടോപ്പ് വിഡ്ത്ത്. ദാറ്റ് ഈസ് B + Y എന്നാണ് വരിക. അപ്പോൾ ബോട്ടം വിഡ്ത്ത് പ്ലസ് ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു ഡിസ്റ്റൻസ്
എച്ച് എന്ന് പറയുന്നത് ഇവിടെ വൈ ആണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി എന്താണെന്ന് കിട്ടും. ഏരിയ എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? 47.04 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2b പ്ലസ് y, ദാറ്റ് ഈസ് 2.2 ഇൻറ്റു 2.2. Therefore b will be is equal to 20.28 meter എന്ന് കിട്ടും. ഓക്കെ, ബോട്ടം വിഡ്ത്ത് ഓഫ് കനാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്, കനാലിനെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ വൈക്ക് 2.2 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിച്ചു. ആ ക്രിട്ടിക്കൽ വെലോസിറ്റി യൂസ് ചെയ്തിട്ട് ഏരിയയും ആ ഏരിയക്ക് അനുസരിച്ചുള്ള ബോട്ടം വിഡ്ത്തും ടോപ്പ് വിഡ്ത്തൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ പെരിമീറ്ററാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ് സ്ലോപ്പിൻ്റെ ലെങ്ത്ത് പ്ലസ് ബോട്ടം വിഡ്ത്ത് പ്ലസ് ഈ സൈഡ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് സ്ലോപ്പിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. സൈഡ് സ്ലോപ്പിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഈ സൈഡ് സ്ലോപ്പാണ്. ഈ സൈഡ് സ്ലോപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, ഇപ്പോൾ ഈ ഒരു ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കണം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് എന്ത്? ഈ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താ? √y² പ്ലസ് y/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണ് ഈ ഒരു സ്ലോപ്പ് ഡിസ്റ്റൻസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത്. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു √5/2. ഓക്കെ, നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ √5/2 y എന്ന് കിട്ടും. √5/2 y. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് പെരിമീറ്റർ ആസ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √5/2 y പ്ലസ് ബോട്ടം വിഡ്ത്ത് ബി പ്ലസ് ഈ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നതും √5/2 y ആയിരിക്കും. ഓക്കെ, ദെർഫോർ ഈ ഇക്വേഷനിൽ നമുക്ക് ഈക്വേഷനിൽ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? y എന്ന് പറയുന്നത് നമ്മൾ ഡെപ്ത് 2.2 എന്നും ബി എന്ന് പറയുന്നത് 20.28 നമുക്ക് കിട്ടി. ഈ y എന്ന് പറയുന്നത് 2.2 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 25.21 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, വി ഗെറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ് 2.2 മീറ്റർ ഡെപ്ത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി, ആ വെലോസിറ്റിക്ക് അനുസരിച്ചുള്ള ഏരിയയും പെരിമീറ്ററും അതിൻ്റെ ബോട്ടം വിഡ്ത്തൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതാണ്? അത് ഫസ്റ്റ് സ്റ്റേജ്. ആ ക്രിട്ടിക്കൽ വെലോസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കനാലിൻ്റെ സെക്ഷൻ ഡിസൈൻ ചെയ്തു. കനാലിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 20.28 ആണെന്നും സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 0.5/2 ഇൻറ്റു 2.2 ആണെന്നും ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 47.04 ആണെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരു ചാനൽ ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇങ്ങനെ ഡിസൈൻ ചെയ്ത ചാനലിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? ചെസ്സിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു c ഇൻറ്റു √r/s. വേർ നമ്മൾ സ്റ്റെപ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെസ്സിസ് ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ടാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. സി എന്ന് പറയുന്നത് ചെസ്സിസ് കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്, എസ് എന്ന് പറയുന്നത് കനാൽ ബെഡ് സ്ലോപ്പാണ്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് ചെസ്സിസ് കോൺസ്റ്റൻ്റ് തരൂല, അങ്ങനെ ആണെങ്കിൽ കട്ടസ് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സി കണ്ടുപിടിക്കണം. ദെൻ ആർ എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രോളിക് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ആ ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കണം ചെസ്സിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ അതുകൊണ്ട് സ്റ്റെപ്പ് 4 നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ആ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷനിലെ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുകയാണ്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ. വി ഗെറ്റ് ഏരിയ ആസ് 47.04 and also perimeter as 25.21. We get 1.86 meter as hydraulic mean depth. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കിട്ടി. ഇനി ഈ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മൾ ഈ ചെസ്സിസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കി വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് സി ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, ക്വസ്റ്റ്യനിൽ നമുക്ക് മാനിങ്സ് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ചെസ്സിസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ചെസ്സിസ് കോൺസ്റ്റൻറ്റ് തരാത്തത് കൊണ്ട് നമ്മൾ ചെസ്സിസ് കോൺസ്റ്റൻറ്റ് കട്ടസ് ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. കട്ടസ് ഫോമുല എന്തായിരുന്നു? സി ഈസ് ഈക്വൽ ടു 1/n. എന്ന് പറയുന്നത് എന്താ? മാനിങ്സ് കോഎഫിഷ്യൻ്റ് ആണ്, വിച്ച് ഈസ്
given in the question as 0.0225, then plus 23 plus 0.00155 divided by s. s എന്ന് പറയുന്നത് എന്താ, ബെഡ് സ്ലോപ്പ് ആണ്, which is also given in the question as 1/5000, 1:5000, അല്ലെങ്കിൽ we can assume it as 1:5000. അല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1:5000. ദെൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 23 പ്ലസ് 0.050155 ഡിവൈഡഡ് ബൈ എസ്, അഗെയിൻ സ്ലോപ്പ് വിച്ച് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് 1/5000 ഇൻറ്റു എൻ. എൻ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 0.0225. ദെൻ ഹൈഡ്രോളിക് divided by root of r, hydraulic mean depth, that is 1.86. ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സി, ചെസ്സിസ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 49.91 എന്ന് കിട്ടും. ഓക്കെ, ഈ ചെസ്സിസ് കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 49.91 ഇൻറ്റു റൂട്ട് ഓഫ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ദാറ്റ് ഈസ് റേഡിയസ് ഇസ് ഈക്വൽ ടു 1.86 ഇൻറ്റു എസ് എന്ന് പറയുന്നത് സ്ലോപ്പ്, ദാറ്റ് ഈസ് 1:1000, 1/5000. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഇസ് ഈക്വൽ ടു 0.962 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതായത് നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റിൻ്റെ വാല്യൂ 0.956 ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയത് 0.956 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെസ്സിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0.962 meter ആണ്, which is approximately equal. Hence our design is safe. If the design is not എന്താണ് സേഫ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റിയും ന്യൂമറിക്കലി ഈക്വൽ ആവാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ഓഫ് വൈ, ഈ 2.2 എന്നുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യും. 2.2 ഉള്ളത് 2.4 2.6 2.8 അങ്ങനെ 3 ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഐട്രേഷൻസ് നടത്തണം. ലക്ലി നമ്മളെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഇതാണ്, വെലോസിറ്റി ഇതാണ്, പെരിമീറ്റർ ഇതാണ്, ബോട്ടം വിഡ്ത്ത് ഇതാണ്, സൈഡ് സ്ലോപ്പ് നമ്മൾ അസ്യൂം ചെയ്തത് 1/2:1 ആണ്. അതൊക്കെ കറക്റ്റാണെന്നാണ്. ഓക്കെ, ഡിസൈൻ കഴിഞ്ഞു. ഇനി കെന്നഡീസിലുള്ളത് കെന്നഡി തിയറിൻ്റെ